ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മന്ത്രത്തിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്. കോമൺ ഇറ 8ാം നൂറ്റാണ്ട് മുതൽ കോമൺ ഇറ 18ാം നൂറ്റാണ്ട് വരെ. ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത് CE 8ാം നൂറ്റാണ്ട് മുതൽ CE 18ാം നൂറ്റാണ്ട് വരെ. ഡൽഹി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ആൻസർ യമുന. ഡൽഹി പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുന നദീ തീരത്താണ്. ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത് ആരുടെ കാലത്താണ്? ആൻസർ തൊമര വംശം. ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത് തൊമര വംശക്കാരുടെ കാലത്താണ്. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ? ആൻസർ കൃഷി. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. തൊമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടത് ഏതു പേരിലാണ്? ആൻസർ ദില്ലിക. തൊമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടത് ദില്ലിക എന്നായിരുന്നു. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ച പർവ്വതനിര? ആൻസർ ആരവല്ലി. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ച പർവ്വതനിരയാണ് ആരവല്ലി. താഴെ തന്നിട്ടുള്ളതിൽ യമുനാ നദീ തീരത്ത് സ്ഥിതി ചെയ്യാത്ത സ്മാരകം? ആൻസർ ചാർമിനാർ. യമുനാ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്മാരകങ്ങളാണ് കുത്തബ് മിനാർ, മെഹ്റൗളിയിലെ ഇരുമ്പത്തൂൺ, ചെങ്കോട്ട എന്നിവ. മെഹ്റൗളിയിലെ ഇരുമ്പത്തൂൺ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. തൊമര രാജാക്കന്മാരെ തുടർന്ന് ഡൽഹിയിൽ അധികാരത്തിലെത്തിയ രാജവംശം? ആൻസർ ചൗഹാൻ രാജവംശം. തൊമര രാജാക്കന്മാരെ തുടർന്ന് ഡൽഹിയിൽ അധികാരത്തിലെത്തിയ രാജവംശമാണ് ചൗഹാൻ രാജവംശം. മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവർ അറിയപ്പെട്ടിരുന്നത്? ആൻസർ രജപുത്രർ. മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവർ അറിയപ്പെട്ടിരുന്നത് രജപുത്രർ എന്നായിരുന്നു. പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയ ഘോറിലെ ഭരണാധികാരി? ആൻസർ മുഹമ്മദ്. പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയ ഘോറിലെ ഭരണാധികാരിയാണ് മുഹമ്മദ്. ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി? ആൻസർ പൃഥ്വിരാജ് ചൗഹാൻ. ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യ ചരിത്രത്തിൽ ഘോർ എന്നറിയപ്പെട്ട പ്രദേശം? ആൻസർ അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ചരിത്രത്തിൽ ഘോർ എന്നറിയപ്പെട്ട പ്രദേശമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. മുഹമ്മദിന്റെ സേനാനായകൻ? മുഹമ്മദ് എന്നാൽ മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ സേനാനായകൻ? ആൻസർ കുത്തബ്ദീൻ ഐബക്. മുഹമ്മദ് ഗോറിയുടെ സേനാനായകനാണ് കുത്തബ്ദീൻ ഐബക്. അടിമവംശ സ്ഥാപകൻ? ആൻസർ കുത്തബ്ദീൻ ഐബക്. അടിമവംശ സ്ഥാപകനാണ് കുത്തബ്ദീൻ ഐബക്. കുത്തബ്ദീൻ ഐബക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ച വർഷം? ആൻസർ CE 1206. കുത്തബ്ദീൻ ഐബക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ച വർഷം CE 1206. ഏകീകൃത നാണയവ്യവസ്ഥ നടപ്പിലാക്കിയ സൽത്താനത്തെ ഭരണാധികാരി? ആൻസർ ഇൽത്തുമിഷ്. ഏകീകൃത നാണയവ്യവസ്ഥ നടപ്പിലാക്കിയ സൽത്താനത്ത് ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്.
ഡൽഹി സുൽത്താനേറ്റിനെയാണ് സൽത്താനത്ത് എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരി. ആൻസർ സുൽത്താന റസിയ. ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ഡൽഹി സൽത്താനത്തിൽ ഏത് ഭരണാധികാരിയുടെ മകളാണ് സുൽത്താന റസിയ? ആൻസർ ഇൽത്തുമിഷ്. ഡൽഹി സൽത്താനത്തിൽ ഏത് ഭരണാധികാരിയുടെ മകളാണ് സുൽത്താന റസിയ? ആൻസർ ഇൽത്തുമിഷ്. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്ത ഭരണാധികാരി. ആൻസർ മുഹമ്മദ് ബിൻ തുഗ്ലക്. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും ദൗലത്താബാദ് എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്ത ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. തങ്ക, ജിതൽ എന്നീ നാണയങ്ങൾ പുറത്തിറക്കിയ ഭരണാധികാരി. ആൻസർ ഇൽത്തുമിഷ്. തങ്ക, ജിതൽ എന്നീ നാണയങ്ങൾ പുറത്തിറക്കിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. തങ്ക വെള്ളി നാണയവും ജിതൽ ചെമ്പു നാണയവുമാണ്. മംലൂക്ക് വംശം എന്നറിയപ്പെട്ടിരുന്നത്. ആൻസർ അടിമവംശം. മംലൂക്ക് വംശം എന്നറിയപ്പെട്ടിരുന്നത് അടിമവംശം. അടിമവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി. ആൻസർ ഗിയാസുദ്ദീൻ ബാൽബൻ. അടിമവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. ഏത് ഭരണാധികാരിയുടെ കാലത്താണ് തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറ് ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിൽ ആയത്? ആൻസർ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറ് ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായത്. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയ ഡൽഹി സുൽത്താൻ. ആൻസർ ഇൽത്തുമിഷ്. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. അലാവുദ്ദീൻ ഖിൽജി ആദ്യം കീഴടക്കിയ പ്രദേശം. ആൻസർ ഗുജറാത്ത്. അലാവുദ്ദീൻ ഖിൽജി ആദ്യം കീഴടക്കിയ പ്രദേശം ഗുജറാത്ത്. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തെ വംശങ്ങളുടെ ശരിയായ ക്രമം. ആൻസർ അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഡൽഹി സുൽത്താൻ ഭരണകാലത്തെ വംശങ്ങളുടെ ശരിയായ ക്രമം അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്, അഹിതുസലോ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം. ആൻസർ 1526 ഏപ്രിൽ 26. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526 ഏപ്രിൽ 26. മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചതാര്? ആൻസർ ബാബർ. മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് ബാബർ. പാനിപ്പത്ത് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെ തമ്മിലാണ്? ആൻസർ ബാബറും ഇബ്രാഹിം ലോധിയും. പാനിപ്പത്ത് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി വെടിമരുന്ന്, പീരങ്കിപ്പട എന്നിവ ഉപയോഗിച്ച മുഗൾ രാജാവ്. ആൻസർ ബാബർ. ഇന്ത്യയിൽ ആദ്യമായി വെടിമരുന്ന്, പീരങ്കിപ്പട എന്നിവ ഉപയോഗിച്ച മുഗൾ രാജാവ് ബാബർ. കുത്തബ്ദീൻ ഐബക്കിനു ശേഷം അധികാരത്തിലെത്തിയ ഭരണാധികാരി. ആൻസർ ഇൽത്തുമിഷ്. കുത്തബ്ദീൻ ഐബക്കിനു ശേഷം അധികാരത്തിലെത്തിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി. ആൻസർ അക്ബർ. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അക്ബർനാമ എന്ന ചരിത്രകൃതി രചിച്ചതാര്?
ആൻസർ അബുൾ ഫസൽ. അക്ബർനാമ എന്ന ചരിത്രകൃതി രചിച്ചത് അബുൾ ഫസൽ. അക്ബർനാമ എന്ന പുസ്തകത്തിന് എത്ര ഭാഗങ്ങളാണുള്ളത്? ആൻസർ 3. അക്ബർനാമ എന്ന പുസ്തകത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. അക്ബർനാമയുടെ ആദ്യ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് അക്ബറുടെ മുൻഗാമികളെക്കുറിച്ച്. അക്ബർനാമയുടെ ആദ്യ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് അക്ബറുടെ മുൻഗാമികളെക്കുറിച്ച്. അക്ബർനാമയുടെ രണ്ടാം ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ആൻസർ അക്ബറുടെ ഭരണകാലം. അക്ബർനാമയുടെ രണ്ടാം ഭാഗത്ത് പ്രതിപാദിക്കുന്നത് അക്ബറുടെ ഭരണകാലം. അക്ബർനാമയുടെ മൂന്നാം ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ആൻസർ അക്ബറുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച്. അക്ബർനാമയുടെ മൂന്നാം ഭാഗത്ത് പ്രതിപാദിക്കുന്നത് അക്ബറുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചായിരുന്നു. അക്ബർനാമയുടെ മൂന്നാം ഭാഗം അറിയപ്പെട്ടത് ആൻസർ ഐനി അക്ബരി. അക്ബർനാമയുടെ മൂന്നാം ഭാഗം അറിയപ്പെട്ടത് ഐനി അക്ബരി. മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയ ഭരണാധികാരി. ആൻസർ ഷേർഷാ സൂരി. മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയ ഭരണാധികാരിയാണ് ഷേർഷാ സൂരി. ഷേർഷാ സൂരി ഭരിച്ച കാലഘട്ടം ആൻസർ 1540 മുതൽ 1545 വരെ. ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചുപിടിച്ച വർഷം ആൻസർ CE 1555. ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചുപിടിച്ച വർഷം CE 1555. ഔറംഗസേബ് എത്ര വർഷക്കാലമാണ് ഭരണം നടത്തിയത്? ആൻസർ 50 വർഷം. ഔറംഗസേബ് എത്ര വർഷക്കാലമാണ് ഭരണം നടത്തിയത്? ആൻസർ 50 വർഷം. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ്? ആൻസർ ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ്? ആൻസർ ഔറംഗസേബ്. വിജയനഗര സാമ്രാജ്യ സ്ഥാപകൻ ആൻസർ ഹരിഹരനും ബുക്കനും. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഹരിഹരൻ ആൻഡ് ബുക്കൻ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആൻസർ കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യം നിലവിൽ വന്ന കാലഘട്ടം ആൻസർ CE 14-ാം നൂറ്റാണ്ട്. വിജയനഗര സാമ്രാജ്യം നിലവിൽ വന്ന കാലഘട്ടം CE 14-ാം നൂറ്റാണ്ട്. CE 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യ ഭരിച്ച പ്രബല രാജവംശം ആൻസർ ചോളവംശം. CE 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യ ഭരിച്ച പ്രബല രാജവംശമായിരുന്നു ചോളവംശം. മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തത് ആൻസർ മറാത്ത വംശം. മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തത് മറാത്ത വംശം. ബാമിനി രാജ്യസ്ഥാപകൻ ആൻസർ അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. ബാമിനി രാജ്യസ്ഥാപകൻ അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. മധ്യകാല ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ട പ്രദേശം ആൻസർ റെയ്ച്ചൂർ. മധ്യകാല ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ട പ്രദേശമാണ് റെയ്ച്ചൂർ. കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശം
ആൻസർ റെയ്ച്ചൂർ. കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ് റെയ്ച്ചൂർ. CE 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച മറാത്ത രാജവംശത്തിന്റെ ആസ്ഥാനം. ആൻസർ പൂനെ. CE 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച മറാത്ത രാജവംശത്തിന്റെ ആസ്ഥാനമാണ് പൂനെ. വിജയനഗര ഭരണാധികാരികളും ബാമിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നത് ഏതു പ്രദേശം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു? ആൻസർ റെയ്ച്ചൂർ. വിജയനഗര ഭരണാധികാരികളും ബാമിനി രാജാക്കന്മാരും നിരന്തര യുദ്ധങ്ങൾ നടത്തിയിരുന്നത് ഏതു പ്രദേശം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു? ആൻസർ റെയ്ച്ചൂർ. മധ്യകാല ഇന്ത്യയിൽ പശ്ചിമേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന വംശം. ആൻസർ മറാത്ത വംശം. മധ്യകാല ഇന്ത്യയിൽ പശ്ചിമേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന വംശമായിരുന്നു മറാത്ത വംശം. മറാത്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി. ആൻസർ ശിവജി. മറാത്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ശിവജി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി. ആൻസർ ശിവജി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരിയായിരുന്നു ശിവജി. ഡൽഹി സുൽത്താനേറ്റിലെ വംശങ്ങളും ഓരോ വംശത്തിലെയും പ്രധാന ഭരണാധികാരികളുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മംലൂക്ക് വംശം അഥവാ അടിമവംശം. അടിമവംശത്തിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു കുത്തബ്ദീൻ ഐബക്, ഇൽത്തുമിഷ്, ബാൽബൻ. ഖിൽജി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. തുഗ്ലക് വംശത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. സയ്യിദ് വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കിസർ ഖാൻ. ലോധി വംശത്തിൽ ഇബ്രാഹിം ലോധി. മുഗൾ ഭരണാധികാരികളും അവരുടെ കാലഘട്ടവുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മധ്യകാല ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ഭരിച്ചിരുന്ന രാജവംശങ്ങളായിരുന്നു ചോളരാജ്യം, വിജയനഗരം, ബാമിനി. പശ്ചിമേന്ത്യയിലെ രാജവംശമായിരുന്നു മറാത്ത. വിജയനഗര രാജ്യത്തെക്കുറിച്ച് പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൾ റസാഖിന്റെ വാക്കുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചാപ്റ്റർ 2 മധ്യകാല ഇന്ത്യ. സമൂഹം, വിഭവം, വിനിമയം. മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ഓർമ്മക്കുറിപ്പ്. ആൻസർ ബാബർ നാമ. മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ് ബാബർ നാമ. ബാബറിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ ഇന്ത്യയെ വിശേഷിപ്പിച്ചത്. ആൻസർ ഹിന്ദുസ്ഥാൻ. ബാബറിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു. സുൽത്താൻ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കപ്പെട്ട സമ്പ്രദായം അറിയപ്പെട്ടത്. ആൻസർ ഇഖ്ത. സുൽത്താൻ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കപ്പെട്ട സമ്പ്രദായമായിരുന്നു ഇഖ്ത. മുഗൾ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കപ്പെട്ട സമ്പ്രദായം അറിയപ്പെട്ടത്. ആൻസർ ജാഗിർദാരി. മുഗൾ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കപ്പെട്ട സമ്പ്രദായം അറിയപ്പെട്ടത് ജാഗിർദാരി എന്നായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ കോഴിക്കോട്ട് നിന്ന് കയറ്റുമതി ചെയ്ത തുണിത്തരങ്ങൾ അറിയപ്പെട്ടത്. ആൻസർ കാലിക്കോ. മധ്യകാല ഇന്ത്യയിൽ കോഴിക്കോട്ട് നിന്ന് കയറ്റുമതി ചെയ്ത തുണിത്തരങ്ങൾ അറിയപ്പെട്ടത് കാലിക്കോ എന്നായിരുന്നു. കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് വിളിച്ചത്. ആൻസർ യൂറോപ്യന്മാർ. കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് വിളിച്ചത് യൂറോപ്യന്മാർ. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി. ആൻസർ അബ്ദുൾ റസാഖ്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്. മധ്യകാല ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരി. ആൻസർ നിക്കോളോ കോണ്ടി. മധ്യകാല ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു നിക്കോളോ കോണ്ടി. സൽത്താനത്ത് ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി.
ആൻസർ ഇബ്നു ബത്തൂത്ത. സൽത്താനത്ത് ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത്. ആൻസർ കാർഖാനകൾ. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത് കാർഖാനകൾ. ലീലാവതി എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചതാര്? ആൻസർ ഭാസ്കരാചാര്യർ. ലീലാവതി എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് ഭാസ്കരാചാര്യർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി? ആൻസർ റാൽഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി? ആൻസർ ടവർണിയർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവർണിയർ. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് സംഭാവന ചെയ്തതാര്? ആൻസർ ഇന്ത്യക്കാർ. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യക്കാർ. മധ്യകാല ഇന്ത്യയിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ പാട്ന. ഉറുദു ഹോമർ എന്നറിയപ്പെട്ടിരുന്നത്? ആൻസർ അമീർ ഖുസ്രു. ഉറുദു ഹോമർ എന്നറിയപ്പെട്ടിരുന്നത് അമീർ ഖുസ്രു. സിത്താർ, തബല, സരോദ് എന്നിവ കണ്ടുപിടിച്ച വ്യക്തി? ആൻസർ അമീർ ഖുസ്രു. സിത്താർ, തബല, സരോദ് എന്നിവ കണ്ടുപിടിച്ച വ്യക്തി അമീർ ഖുസ്രു. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ജനങ്ങളുടെ ജീവിത രീതിയും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ആരുടെ വാക്കുകളാണിത്? ആൻസർ ടവർണിയർ. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ജനങ്ങളുടെ ജീവിത രീതിയും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായി വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ഈ വാക്കുകൾ ടവർണിയറുടേതാണ്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്തു തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. ആരുടെ വാക്കുകളാണിത്? ആൻസർ റാൽഫ് ഫിച്ച്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്തു തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. റാൽഫ് ഫിച്ചിന്റെ വാക്കുകളാണിത്. മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി. മധ്യകാല ഇന്ത്യയിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് ഡൽഹി, ഉജ്ജയിനി, ജയ്പൂർ, ബനാറസ്. ഡൽഹി, ഉജ്ജയിനി, ജയ്പൂർ, ബനാറസ്. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ഇത് ബാബർനാമയിലെ വരികളാണ്. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിന്റെ 1/6 ഭാഗം നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. ഈ വാക്കുകൾ അൽബറൂണിയുടേതാണ്. വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാം തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. ഈ വാക്കുകൾ നിക്കോളോ കോണ്ടയുടേതാണ്. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്.
വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ഈ വാക്കുകൾ ഇബ്നു ബത്തൂത്തയുടേതാണ്. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണി എടുക്കുന്നവരെയും. ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. ഈ വാക്കുകൾ ബെർണിയറുടേതാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതു ഭാഷയിലും സംസാരിക്കാനാകും. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. ഈ വാക്കുകൾ അമീർ ഖുസ്രുവിൻ്റേതാണ്. മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളുടെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യനും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. തമിഴ്നാട്ടിലെ നദികളുടെ എണ്ണം. ആൻസർ 14. തമിഴ്നാട്ടിലെ നദികളുടെ എണ്ണം 14. കേരളത്തിലെ നദികളുടെ എണ്ണം. ആൻസർ 44. കേരളത്തിലെ നദികളുടെ എണ്ണം 44. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്. ആൻസർ ജോൺ ജോസഫ് മർഫി. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം. ആൻസർ ഇടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. ജോൺ ജോസഫ് മർഫി സുഹൃത്തുക്കളോടൊപ്പം കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച വർഷം. ആൻസർ 1902. ജോൺ ജോസഫ് മർഫി സുഹൃത്തുക്കളോടൊപ്പം കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച വർഷം 1902. ജോൺ ജോസഫ് മർഫി 1902 റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം. ആൻസർ ആലുവ. ജോൺ ജോസഫ് മർഫി 1902 റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം ആലുവ. ജോൺ ജോസഫ് മർഫി വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച പ്രദേശം. ആൻസർ ഏന്തയാർ, കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത്. ജോൺ ജോസഫ് മർഫി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച പ്രദേശം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാർ. ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ല. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം. ആൻസർ 300 സെന്റിമീറ്റർ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ. തമിഴ്നാട്ടിലെ ശരാശരി വാർഷിക വർഷപാതം. ആൻസർ 95.9 സെന്റിമീറ്റർ. തമിഴ്നാട്ടിലെ ശരാശരി വാർഷിക വർഷപാതം 95.9 സെന്റിമീറ്റർ. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള കേരളത്തിലെ ഭൂവിഭാഗം. ആൻസർ മലനാട്. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള കേരളത്തിലെ ഭൂവിഭാഗമാണ് മലനാട്. റബ്ബർ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ പ്രദേശം. ആൻസർ ഇടനാട്. റബ്ബർ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ പ്രദേശം ഇടനാട്. 1902 ജോൺ ജോസഫ് മർഫി ആദ്യമായി റബ്ബർ കൃഷി ചെയ്ത നദീതീരം. ആൻസർ പെരിയാർ. 1902 ജോൺ ജോസഫ് മർഫി ആദ്യമായി റബ്ബർ കൃഷി ചെയ്ത നദീതീരം പെരിയാർ. തൊഴിലാളികൾക്കായി പെൻഷൻ, ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ പണിതു നൽകിയ വ്യക്തി. ആൻസർ ജോൺ ജോസഫ് മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ പണിതു നൽകിയ വ്യക്തിയാണ് ജോൺ ജോസഫ് മർഫി.
സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കുന്ന രീതി. ആൻസർ ഹൈഡ്രോപോണിക്സ്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതി. കൃത്യത കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് കൃത്യത കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതി. ആൻസർ ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ആൻസർ ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. കർഷക ദിനം. ആൻസർ ചിങ്ങം 1. കർഷക ദിനം ചിങ്ങം 1. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. കേരളത്തിലെ വാർഷിക മഴ 300 സെന്റിമീറ്റർ. തമിഴ്നാട്ടിലെ വാർഷിക മഴ 95.9 സെന്റിമീറ്റർ. കേരളത്തിൽ 44 നദികളാണുള്ളത്. തമിഴ്നാട്ടിൽ 14 നദികൾ. ചാപ്റ്റർ 4 ഉൽപാദന പ്രക്രിയയിലൂടെ. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകമേത്? ആൻസർ ഇവയെല്ലാം തന്നെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഭൂമി, മൂലധനം, സംഘാടനം. മൂലധനത്തിനുള്ള പ്രതിഫലം. ആൻസർ പലിശ. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശ. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ അറിയപ്പെടുന്നത്. ആൻസർ മൂലധനം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം. ഉൽപാദന ഘടകമെന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം. ആൻസർ പാട്ടം. ഉൽപാദന ഘടകമെന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം പാട്ടം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതാണ്. ആൻസർ തൊഴിൽ. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതാണ് തൊഴിൽ എന്നറിയപ്പെടുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയ. ആൻസർ ഉൽപാദനം. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. യന്ത്രങ്ങൾ, വാഹനങ്ങൾ എന്നിവ ഏത് ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ മൂലധനം. യന്ത്രങ്ങൾ, വാഹനങ്ങൾ എന്നിവ ഏത് ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ മൂലധനം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ്. ആൻസർ സംഘാടനം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനത്തിനുള്ള പ്രതിഫലം. ആൻസർ ലാഭം. സംഘാടനത്തിനുള്ള പ്രതിഫലമാണ് ലാഭം. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം. ആൻസർ ഇവയെല്ലാം. പാട്ടം, കൂലി, പലിശ എന്നിവയെല്ലാം തന്നെ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമാണ്. ഉൽപാദന ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം.
ചാപ്റ്റർ 5 ഭൂമി കഥയും കാര്യവും. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി. ആൻസർ തെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി തെയിൽസ്. ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ ന്യൂട്ടൺ. ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ന്യൂട്ടൺ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ മെഗലൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ മെഗലൻ. ഭൂമിയുടെ ആകൃതി. ആൻസർ ജിയോയിഡ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ. ആൻസർ ആര്യഭടൻ. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കെന്ന് പ്രസ്താവിച്ച വ്യക്തി. ആൻസർ ന്യൂട്ടൺ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കെന്ന് പ്രസ്താവിച്ച വ്യക്തിയായിരുന്നു ന്യൂട്ടൺ. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം. ആൻസർ ഭൂമിയുടെ ആകൃതി. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞൻ. ആൻസർ ഇവരെല്ലാം. പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ, കോപ്പർനിക്കസ് എന്നിവരെല്ലാം തന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞരായിരുന്നു. ഭൂമി ഒരു ഗോളമാണെന്നും അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നും വിശ്വസിച്ചിരുന്ന ശാസ്ത്രജ്ഞൻ. ആൻസർ തെയിൽസ്. ഭൂമി ഒരു ഗോളമാണെന്നും അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നും വിശ്വസിച്ചിരുന്ന ശാസ്ത്രജ്ഞനായിരുന്നു തെയിൽസ്. ഗ്രീസിൽ ദൂരമളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ്. ആൻസർ സ്റ്റേഡിയ. ഗ്രീസിൽ ദൂരമളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആയിരുന്നു സ്റ്റേഡിയ. കാൽനടയായും കപ്പൽ യാത്രയിലൂടെയും ഭൂമിയെ വലം വച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരി. ആൻസർ ജീൻ ബെലിവോ. കാൽനടയായും കപ്പൽ യാത്രയിലൂടെയും ഭൂമിയെ വലം വച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരിയാണ് ജീൻ ബെലിവോ. ജീൻ ബെലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്രയിലൂടെയും ഭൂമിയെ വലം വയ്ക്കാൻ എത്ര വർഷം വേണ്ടിവരുന്നു? ആൻസർ 11 വർഷം. ജീൻ ബെലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്രയിലൂടെയും ഭൂമിയെ വലം വയ്ക്കാൻ എത്ര വർഷം വേണ്ടിവന്നു? ആൻസർ 11 വർഷം. ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം എത്ര കിലോമീറ്ററാണ്? ആൻസർ 40,000 കിലോമീറ്റർ. ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്റർ. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ വ്യക്തി. ആൻസർ ഇറാത്തോസ്തനീസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ഇറാത്തോസ്തനീസ്. സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയാണെന്ന് കണ്ടെത്തിയ വ്യക്തി. ആൻസർ ഇറാത്തോസ്തനീസ്. സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയാണെന്ന് കണ്ടെത്തിയ വ്യക്തിയായിരുന്നു ഇറാത്തോസ്തനീസ്. പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നീ ഗ്രീക്ക് തത്വചിന്തകർ മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന അഭിപ്രായത്തെ ശക്തമായി പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ. ആൻസർ കോപ്പർനിക്കസ്. പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നീ ഗ്രീക്ക് തത്വചിന്തകർ മുന്നോട്ട് വെച്ച
ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന അഭിപ്രായത്തെ ശക്തമായി പിന്താങ്ങിയ ശാസ്ത്രജ്ഞനായിരുന്നു കോപ്പർനിക്കസ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലം അറിയപ്പെടുന്നത്? ആൻസർ അക്ഷാംശം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലം അറിയപ്പെടുന്നത് അക്ഷാംശം. 0 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത്? ആൻസർ മാനക രേഖാംശം. 0 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് മാനക രേഖാംശം. 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത്? ആൻസർ ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശരേഖ അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ. എത്ര ദിവസങ്ങളുള്ള വർഷമാണ് അതിവർഷം? ആൻസർ 366. 306 ദിവസങ്ങളുള്ള വർഷമാണ് അതിവർഷം. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം? ആൻസർ രേഖാംശം. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. 66.5 ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്നത്? ആൻസർ അന്റാർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് അന്റാർട്ടിക് വൃത്തം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ആൻസർ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം? ആൻസർ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്, 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം? ആൻസർ 24 മണിക്കൂർ. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 24 മണിക്കൂർ. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര ദിവസം വേണ്ടിവരും? ആൻസർ 365 ദിവസം. ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത? ആൻസർ 96,000 km/h. മണിക്കൂറിൽ 96,000 കിലോമീറ്റർ. ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത മണിക്കൂറിൽ 96,000 കിലോമീറ്റർ. മാനക രേഖാംശങ്ങൾക്ക് ഇരുവശവും കാണപ്പെടുന്ന രേഖകൾ? ആൻസർ 180 ഡിഗ്രി രേഖാംശം. മാനക രേഖാംശങ്ങൾക്ക് ഇരുവശവും കാണപ്പെടുന്ന രേഖകളാണ് 180 ഡിഗ്രി രേഖാംശം. വിമാനത്തിന്റെ വേഗത? ആൻസർ 560 km/h. വിമാനത്തിന്റെ വേഗത 560 km/h. ഭൂമിയിൽ ദിനരാത്രങ്ങൾക്ക് കാരണം? ആൻസർ ഭൂമിയുടെ ഭ്രമണം. ഭൂമിയിൽ ദിനരാത്രങ്ങൾക്ക് കാരണം ഭൂമിയുടെ ഭ്രമണം. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ അക്ഷാംശവും രേഖാംശവും. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശത്തിന്റെ രേഖാംശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ചാപ്റ്റർ 6 വൈവിധ്യങ്ങളുടെ ലോകം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ കാലാവസ്ഥാ മേഖലകൾ. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത് കാലാവസ്ഥാ മേഖലകൾ. കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ കാണപ്പെടുന്നത്? ആൻസർ ഇന്തോനേഷ്യ. കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ കാണപ്പെടുന്നത് ഇന്തോനേഷ്യ.
മലേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാർ അറിയപ്പെടുന്നത്? ആൻസർ സെമാങ്ങുകൾ. മലേഷ്യയിലെ ഗോത്രവർഗ്ഗങ്ങൾ അറിയപ്പെടുന്നത് സെമാങ്ങുകൾ. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖല? ആൻസർ മധ്യരേഖ കാലാവസ്ഥ മേഖല. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മധ്യരേഖ കാലാവസ്ഥ മേഖല. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമുള്ള ജനവിഭാഗം? ആൻസർ പിഗ്മികൾ. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമുള്ള ജനവിഭാഗമാണ് പിഗ്മികൾ. പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം? ആൻസർ കസാവ. പിഗ്മികളുടെ മുഖ്യ ഭക്ഷണമാണ് കസാവ. കസാവ എന്നാൽ മരച്ചിനി. ആമസോൺ നദി ഏതു വൻകരയിലാണ്? ആൻസർ തെക്കേ അമേരിക്ക. ആമസോൺ നദി ഏതു വൻകരയിലാണ്? ആൻസർ തെക്കേ അമേരിക്ക. കലഹാരിയിൽ കാണപ്പെടുന്ന വംശജർ? ആൻസർ ബുഷ്മൻ. കലഹാരിയിൽ കാണപ്പെടുന്ന വംശജർ ബുഷ്മൻ. അറേബ്യൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന വംശജർ? ആൻസർ ബെഡോയിനുകൾ. അറേബ്യൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന വംശജർ ബെഡോയിനുകൾ. പശ്ചിമ സഹാറയിൽ കാണപ്പെടുന്ന വംശജർ? ആൻസർ തോറക്. പശ്ചിമ സഹാറയിൽ കാണപ്പെടുന്ന വംശജർ തോറക്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല? ആൻസർ കോങ്കോ നദീതീരം. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല ആഫ്രിക്കയിലെ കോങ്കോ നദീതീരം. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവവൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ആമസോൺ നദീതീരം. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവവൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ആമസോൺ നദീതീരം. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ മരുപ്പച്ചകൾ. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മരുപ്പച്ചകൾ. അറ്റകാമ മരുഭൂമി ഏതു വൻകരയിലാണ്? ആൻസർ തെക്കേ അമേരിക്ക. അറ്റകാമ മരുഭൂമി ഏതു വൻകരയിലാണ്? തെക്കേ അമേരിക്ക. മൊഹേ മരുഭൂമി ഏതു വൻകരയിലാണ്? ആൻസർ വടക്കേ അമേരിക്ക. മൊഹേ മരുഭൂമി വടക്കേ അമേരിക്കയിലാണ്. ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം? ആൻസർ 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത്. ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്? ആൻസർ ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകം. ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലം? ആൻസർ അക്കേഷ്യയും കള്ളിമുൾ ചെടിയും. ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലം അക്കേഷ്യയും കള്ളിമുൾ ചെടിയും. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളുമുള്ള ജീവി? ആൻസർ ഒട്ടകം. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളുമുള്ള ജീവിയാണ് ഒട്ടകം. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല? ആൻസർ തുന്ദ്ര മേഖല. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖലയാണ് തുന്ദ്ര മേഖല. തുന്ദ്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന താപനില? ആൻസർ 10 ഡിഗ്രി സെൽഷ്യസ്. തുന്ദ്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന താപനിലയാണ് 10 ഡിഗ്രി സെൽഷ്യസ്.
ഇന്യൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ ഇഗ്ലൂ. ഇന്യൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇഗ്ലൂ. തുന്ദ്ര മേഖലയിൽ കാണപ്പെടുന്ന മുഖ്യ സസ്യജാലങ്ങൾ? ആൻസർ പന്നലും പായലും. തുന്ദ്ര മേഖലയിൽ കാണപ്പെടുന്ന മുഖ്യ സസ്യജാലങ്ങളാണ് പന്നലും പായലും. ഈജിപ്തിന്റെ ജീവരക്തം? ആൻസർ നൈൽ. ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് നൈൽ. കലഹാരി മരുഭൂമി ഏതു വൻകരയിലാണ്? ആൻസർ ആഫ്രിക്ക. കലഹാരി മരുഭൂമി ആഫ്രിക്ക വൻകരയിലാണ്. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര? ആൻസർ ഏഷ്യ. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര ഏഷ്യ.